ഇഅ്തികാഫ് എങ്ങനെയാണ്? ഇഅ്തികാഫിൻ്റെ ചുരുങ്ങിയ പരിധി എത്ര? ഇഅ്തികാഫ് എന്ന് പറയുന്നത് സിമ്പിളാണ്. അതിൻ്റെ നിർവചനം ലുസൂമുൽ മസ്ജിദി ലിൽ ഇബാദ, അതായത് അള്ളാഹുവിൻ്റെ പള്ളിയിൽ അല്പസമയം ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. അതായത് ഇബാദത്തിന് വേണ്ടിയിട്ട് ഒരാൾ, ഞാൻ പറയാം, ഇന്ന അസർ മുതൽ മഗ്രിബ് വരെ, അല്ലെങ്കിൽ മഗ്രിബ് മുതൽ ഫജ്ർ വരെ ഞാൻ പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി ഇഅ്തികാഫിരിക്കുകയാണ്. അതിൻ്റെ ചുരുങ്ങിയ പരിധി എത്ര? ചുരുങ്ങിയ പരിധി ഹദീസുകളിൽ എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. കൂടിയ പരിധിയോ ചുരുങ്ങിയ പരിധിയോ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അത് റമദാനിലല്ലാത്ത സമയത്ത് എന്തുണ്ട്? ഇഅ്തികാഫുണ്ട്. എന്നാൽ ഏറ്റവും പ്രബലം റമദാനിലെ അവസാനത്തെ 10 ഏറ്റവും പ്രബലം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ അവസാനത്തെ 10 സ്ഥിരമായി ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അതാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫിൽ അശ്രിൽ അവാഖിർ മിൻ റമദാൻ ഹത്താ തവഫാഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഫാത്താക്കുന്നത് വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു. അപ്പോൾ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുന്നതിന് പ്രത്യേകം എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഒരാൾക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, രാത്രി മാത്രമേ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുള്ളൂ. ഇരിക്കാം. അതൊക്കെ പറയും, ഞാൻ രാവിലെ ആയാൽ ഷർത്തോടു കൂടി ഇഅ്തികാഫ് ഇരിക്കാം. അതായത് രാവിലെ ആയാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കാര്യങ്ങൾക്ക് പോകും, എന്നാൽ രാത്രി സമയത്ത് ഞാൻ ഇഅ്തികാഫ് ഇരിക്കും എന്നൊരാൾക്ക് ഷർത്തോടു കൂടി ഇഅ്തികാഫ് ഇരിക്കാം. എന്നാൽ ഇഅ്തികാഫ് ബാത്തിലാകുന്ന ഷർത്ത് വെക്കാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പള്ളിയിൽ നിന്ന് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഞാൻ പുറത്തു പോകും, അപ്പോൾ പിന്നെ ഇഅ്തികാഫ് പറയില്ലല്ലോ. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു സമയം നിശ്ചയിച്ച് പിന്നെ പള്ളിയിൽ ഇരിക്കുകയാണ്, അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഇഅ്തികാഫാവാം? അപ്പോൾ ലുസൂമുൽ മസ്ജിദ്, പള്ളിയിൽ ചടഞ്ഞിരിക്കുക എന്നത് അവിടെ വരുന്നില്ല. രണ്ടാമത്, ഒരാൾ ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഇഅ്തികാഫിലായിരിക്കുക. ഉദാഹരണത്തിന് ഒരാൾ പറയും, ഞാൻ മഗ്രിബ് മുതൽ ഫജ്ർ വരെ എന്ന അയാൾ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി നിയത്താക്കി ഇഅ്തികാഫ് ഇരിക്കുന്ന വേളയിൽ അയാൾ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധം അയാൾക്ക് നിഷിദ്ധമാണ്. അപ്പോൾ അത്തരത്തിലുള്ള, അതാണ് വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. അതുപോലെ തന്നെ വിലക്കപ്പെട്ട കാര്യമാണ് കച്ചവടം. അങ്ങനത്തെ സംഗതികളിൽ എന്ത് ചെയ്യുക? മുഴുക. പ്രത്യേകിച്ച് പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് കച്ചവടം ചെയ്യാൻ പാടില്ല. അപ്പോൾ കച്ചവടങ്ങൾ, അങ്ങനെയുള്ള ഭൗതികപരമായ കാര്യങ്ങൾ മുഴുകി നിൽക്കുക. മറിച്ച് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇബാദത്ത്, ദിക്റുകൾ, ദുആ, പിന്നെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം, അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതൊക്കെ നിർവഹിച്ചുകൊണ്ട് ഇബാദത്തിന് കഴിച്ചു കൂട്ടാം മാക്സിമം. എന്നാൽ പരസ്പരം സംസാരിക്കുന്നതിനോ പരസ്പരം കൂടിയിരിക്കുന്നതിനോ ഒന്നും എന്തില്ല, തെറ്റില്ല. പക്ഷേ മുഴുവൻ വെറുതെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക, നാട്ടുവർത്താനം പറഞ്ഞിരിക്കുക, അതും ഇഅ്തികാഫ് എന്ന് പറയില്ല. ഇഅ്തികാഫ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? പരമാവധി ഓതണം, പരമാവധി ദിക്റല്ലണം, പരമാവധി ദുആ ചെയ്യണം. അങ്ങനെ ഇബാദത്തിൽ പരമാവധി വിനിയോഗിക്കുകയും, എന്നാൽ മാനുഷികമായി ഉണ്ടാകുന്ന പരസ്പര സംസാരങ്ങൾ, പരസ്പരമുള്ള റാഹത്ത്, അതൊക്കെ അവർക്ക് ആകാവുന്നതാണ്. ഉറങ്ങുക, കാര്യങ്ങളൊക്കെ അവർക്ക് ആകാവുന്നതാണ്. നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇൻഷാ അല്ലാഹ് അവരുടെ സിവിൽ ഐ ഡി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. സിവിൽ ഐ ഡിൻ്റെ കോപ്പി കാര്യങ്ങൾ അവർ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇഅ്തികാഫിന് ചുരുങ്ങിയ പരിധിയില്ല. എന്നാൽ ഒരു രാവ് എന്നൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, നദർതു അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ ജാഹിലിയ്യ. ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു രാത്രി ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് നിയ്യത്താക്കല്ല, നേർച്ച നേർന്നിരുന്നു, നദർ ചെയ്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യും? ജാഹിലിയ കാലഘട്ടത്തിൽ നേർന്ന നേർച്ച. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഫി ബിനദിരിക്, നല്ല നേർച്ചകൾ പൂർത്തിയാക്കേണ്ടതാണ്, അത് ജാഹിലിയ കാലഘട്ടത്തിലാണെങ്കിലും. അപ്പോൾ ഔഫി ബിനദിരിക്, നിൻ്റെ നേർച്ച നീ പൂർത്തിയാക്കുക. അപ്പോൾ ആ ഹദീസിൽ എന്ത് വന്നു? ഒരു രാത്രിന്ന്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ ചുരുങ്ങിയ പരിധി ഒരു രാത്രിയാണ്. പക്ഷെ ആ ഹദീസിലും അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞതാണ് ഞാനൊരു രാത്രിന്ന്. പക്ഷെ അവിടെ അതിൻ്റെ പരിധി അതാണ് എന്ന് ആ ഹദീസിലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. വല്ലാഹു തആല അഅലം.